നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. സൗത്ത് പോർട്ടിലെ 3 കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്രിട്ടനിലെ കലാപവുമായി ബന്ധപ്പെട്ട് 12 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയടക്കം 466 ആളുകളുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു. ജൂലൈ 29 മുതൽ നടന്ന കലാപങ്ങളിൽ ഇതുവരെ 975 പേരെ അറസ്റ്റ് ചെയ്തതായും 546 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ യുഎസിന് പങ്കില്ലെന്ന് വൈറ്റ് ഹൗസ്. യുഎസിന് എതിരായ വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പായതെന്നും വൈറ്റ് ഹൗസ് വിശദീകരിച്ചു. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നിൽ അട്ടിമറിയാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത ബൈഡൻ അമേരിക്കയിൽ ജനാധിപത്യം നിലനിർത്താനാണ് താൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിൻവാങ്ങിയതെന്നും ട്രംപ് യുഎസിന് അപകടമാണെന്നും ജോ ബൈഡൻ പറഞ്ഞു. ബംഗ്ലാദേശിൽ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പ്രകടനമായെത്തി. ബംഗ്ലാദേശിലെ ധാക്കയിൽ ഹിന്ദു സമൂഹത്തിന്റെ വൻ പ്രകടനം. ലക്ഷങ്ങൾ തടിച്ചുകൂടിയ പ്രകടനം ധാക്കയിലും ചിറ്റാഗോങ്ങിൽ ചെരാഹി പഹർ സ്ക്വയറിലും നടന്നു. ഹിന്ദുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യുകെയിലും യുഎസിലും പ്രകടനമുണ്ടായി. ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ താൻ സ്ഥാനമൊഴിയുമെന്ന് മുഹമ്മദ് യൂനുസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതിയിൽ ഇസ്രായേൽ. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിൽ യുദ്ധഭീതി ശക്തമാകുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇസ്മായിൽ ഹനിയുടെ വധത്തിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. മധുരയിൽ വരുന്ന ഏപ്രിലിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPM-ൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും 75 വയസ്സ് പിന്നിട്ടവരെ ഒഴിവാക്കാൻ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചിരുന്നു. കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനം നടപ്പിലായാൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള 6 പ്രമുഖ നേതാക്കൾ പുറത്തു പോകേണ്ടി വരും. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നാവിക സംഘം എത്തിച്ചേർന്നില്ല. നേവിക്ക് പുഴയിലെ ഡൈവിംഗിന് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതിയും നൽകിയില്ല. അതേസമയം എന്തുകൊണ്ടാണ് അനുമതി ലഭിക്കാത്തത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല. കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ഇതിനായി 18 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ബ്രാഞ്ചിലെ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക്. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീട് വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഉത്തേജക വിരുദ്ധ ചട്ടങ്ങൾ ലംഘിച്ചതിന് ഇന്ത്യയുടെ പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗത്തിന് വിലക്കേർപ്പെടുത്തി ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ. 18 മാസത്തേക്കാണ് വിലക്ക്. ഇതോടെ താരത്തിന് പാരീസ് പാരാലിമ്പിക്സ് നഷ്ടമാകും. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.